നമ്മൾ ഇവിടെ വെച്ച് പലതവണ കണ്ടു. എങ്കിലും വിശദമായിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റില്ല, അല്ലേ? തന്റെ സരളാൻറ്റിയുടെ മകനാ ഞാൻ. പേര് സൂരജ്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ട് അറിഞ്ഞിരിക്കും, അല്ലേ? ഞാൻ അറിഞ്ഞിടത്തോളം ഈ കക്ഷി ഊമയൊന്നുമല്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? നന്നായിട്ട് ചിരിക്കാനറിയാം. ഊമയാണെങ്കിൽ പോലും കുഴപ്പമില്ലെന്ന് കാണുന്നവർക്ക് തോന്നും. ജാനി എന്ന പേരല്ലേ? ജാനകി. ജാനി എന്നുള്ളത് വീട്ടുകാരും അടുപ്പമുള്ളവരും മാത്രം വിളിക്കുന്ന പേരാണ്, അല്ലേ? അപ്പോൾ ഞാൻ ജാനകി എന്നുള്ള ഒഫീഷ്യൽ പേര് വിളിച്ചാൽ മതി എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വലിയ സ്നേഹവും അടുപ്പമൊന്നും കാണിക്കാൻ ശ്രമിക്കരുതെന്ന് സാരം. അയ്യോ സോറി, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. പറഞ്ഞു കേട്ട കഥകൾ വെച്ച് നോക്കിയാൽ ഈ കഥാപാത്രം അല്പം കടുപ്പക്കാരിയാ. വിജയനങ്ങളിന്റെ വളർത്തുമകളെപ്പറ്റി ചിലരൊക്കെ അങ്ങും ഇങ്ങും പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അഹങ്കാരി, നിഷേധി, വിളഞ്ഞ വിത്ത്, ഇതൊക്കെ ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന വിശേഷണങ്ങളാ. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഇങ്ങനൊരു പച്ച പാവമെന്ന്. മറ്റുള്ളവർ പറയുന്ന കാര്യമൊക്കെ കണ്ട സുധാകരന്റെയും സരളയുടെയും മകനെപ്പറ്റി അന്യരെന്ത് പറയുന്നുവെന്ന് എനിക്കും അറിയില്ലല്ലോ. ചിലപ്പോൾ ഇയാൾക്ക് കിട്ടിയതിനേക്കാൾ വലിയ ബഹുമതി മുദ്രകളാവും എനിക്ക് ചേർത്തിട്ടുണ്ടാവുക. എന്താ ഈ ജഗ്ഗും പാത്രമൊക്കെ ആയിട്ട്? എപ്പോഴും കയ്യിൽ ഇങ്ങനെ ഓരോന്ന് കാണാമല്ലോ. ഇവിടുത്തെ അടുക്കള ഭരണം ഏറ്റെടുത്തോ? അച്ഛമ്മയ്ക്കുള്ള ജീരകവെള്ളം എടുത്തു വെക്കണം. എന്തായാലും വിജയനങ്ങളിന്റെ വീട്ടിലേതുപോലെ ജോലി ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് ഇവിടെ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. രത്നം ആന്റിയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നുണ്ടാ ഞാൻ പറഞ്ഞേ. ഇനിയെങ്കിലും എന്നോട് പറയുമ്പോൾ വിജയനങ്ങളുടെ വീടെന്ന് പറയരുത്. അതെന്റെ വീടാ. എല്ലാരും കൂടി പറഞ്ഞ് എന്നെ ആരും ഇല്ലാത്തവളാക്കരുത്, പ്ലീസ്. അച്ഛമ്മേ, കാപ്പിയും ചായയും കുറയ്ക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. നീ ഉണ്ടാക്കുന്ന ചായക്കൊരു പ്രത്യേക രുചിയാ. ഡോക്ടർ വിലക്കിയാ പോലും ഇത് വേണ്ടെന്ന് വെക്കാൻ തോന്നില്ല. ഞാൻ പോയി അച്ഛമ്മയുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും മാറ്റിയിട്ട് വരാം. ധീർതയില്ല മോളെ. ബെഡ്ഷീറ്റും പില്ലോ കവറും എന്നും മാറണം, സുഖമില്ലാതെ കിടക്കുമ്പോൾ പ്രത്യേകിച്ചും. ഈ ശുശ്രൂഷയൊക്കെ നീ എവിടുന്ന് പഠിച്ചു? മറ്റുള്ളവരെ ശുശ്രൂഷിച്ചല്ലേ അച്ഛമ്മേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനി ചിലപ്പോ സ്ഥിരമായിട്ട് ഒരാളുടെ സഹായവും ശുശ്രൂഷയും ഒക്കെ വേണ്ടി വന്നേക്കും എനിക്ക്. പ്രായം കൂടി കൂടി വരികയല്ലേ.